പയർ നിന്ന സ്ഥലമാണ് ഇത്. ഇവിടെ നിറയെ പയർ ഇങ്ങനെ പിടിച്ച് കിടന്ന് കണ്ടായിരുന്നല്ലോ. നമ്മൾ പയറിൻ്റെ വിളവെടുപ്പ് ഒരുവിധം കഴിയാറായപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ചുവട്ടിൽ തന്നെ പാവലിൻ്റെ വിത്തൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ പയറിടുന്ന പോലെ അടുപ്പിച്ചടുപ്പിച്ചിട്ടിട്ടില്ല, കുറച്ച് ദൂരെ കൂട്ടി ആണ് നമ്മൾ പാവലൊക്കെ ഇട്ടിരിക്കുന്നത്. ഇതേപോലെ പാവലെല്ലാം നമ്മൾ പന്തലേ കയറിയിട്ടുണ്ട്. പയർ എടുത്ത് കളയാൻ പാവിച്ചപ്പോൾ തന്നെ പാവലിന് വള്ളി വീശാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ഇത് നമ്മളിനി ചെയ്യുന്നത്, ഇപ്പോൾ പാവലിന് വള്ളി വീശാൻ തുടങ്ങി കഴിയുമ്പോൾ ഈ സൈഡിൽ നിന്നുള്ള ബ്രാഞ്ച് വരും. അത് നമ്മൾ ഒരെണ്ണം പോലും നിർത്താതെ നമ്മളിത് കട്ട് ചെയ്ത് കുറേ തവണ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത്തവണ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതേപോലെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇത് അതിനകത്തൊരു കാ വരുന്നുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഇത് കളഞ്ഞാലേ ഇതിനുള്ള ആരോഗ്യം വരത്തുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ കായകളൊക്കെ ആദ്യം നമ്മൾ കട്ട് ചെയ്ത് കളയും. ഇതേപോലെ എല്ലാത്തിനും ഇങ്ങനെ സൈഡിൽ നിന്ന് ബ്രാഞ്ചസ് വരും. നമ്മളത് മൊത്തം കട്ട് ചെയ്ത് കളയണം. എല്ലാ തവണയും പാവൽ കുറച്ചായി കഴിഞ്ഞാൽ പടത്തി കൊടുക്കുന്നത്. ഇത്തവണ മറ്റേ നമ്മുടെ പയറിൻ്റെ വള്ളി ഉള്ളത് കൊണ്ട് അതിനകത്തോട്ട് കയറി അങ്ങ് പടന്നായിരുന്നു. അതുപോലെ ഇവിടെ നിൽക്കുന്നതിനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാലേ, നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പം പെട്ടെന്ന് ഇത് പന്തലിലോട്ട് വളർന്ന് നമ്മളിത് ഇങ്ങനെ ഇല കട്ട് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലുള്ള ആ രോഗങ്ങളൊക്കെ കുറയും കേട്ടോ. മണ്ണിൽ ഇല തട്ടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ കുറയും. ഇനിയിപ്പോൾ പാവലിന് വൈറസ് രോഗമൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ചൂട് കൂടുമ്പോഴത്തേക്കിന് ഇതിനൊക്കെ ഒരു മുരടിപ്പ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്യൂഡോമോണസ് നമ്മൾ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. നമ്മളിട്ടിരിക്കുന്ന കഴിഞ്ഞ തവണ നമ്മൾ നേരത്തെ ഇട്ടിരുന്ന നാംദാരി എന്ന് പറയുന്ന പാവൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വലുപ്പമൊന്നും വെക്കത്തില്ല, ചെറിയ ടൈപ്പ് പാവയ്ക്കയാണ്. നമ്മളെ പ്രീതിയുടെയൊക്കെ പോലെ ഇരിക്കുന്ന ആ ടൈപ്പ് പാവയ്ക്കയാണ്. ഇപ്പം നമ്മൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിണ്ണാക്ക് വളങ്ങളാണ് ഇനിയിപ്പോൾ ഇതിന് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. കപ്പലിൻ്റെ പിണ്ണാക്കും ചാണകവും കൂടെ വാങ്ങിച്ചിട്ടേ പുളിപ്പിക്കും. അപ്പോൾ അതിനകത്ത് കുറച്ച് കൊന്നയിലയും കൂടെ ചേർത്താൽ നന്നായിരിക്കും. കൊന്നയിലയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്ന ഇലയോ ഏതെങ്കിലും ചേർത്ത് നമ്മൾ 3 ദിവസം പുളിപ്പിച്ച് വെച്ചിട്ട് ഒരു 3 ദിവസം നമ്മൾ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 1 കപ്പ് എടുത്തിട്ട് 10 കപ്പ് വെള്ളം ചേർത്തിട്ട് ഓരോ ചെടിക്ക് ചുവട്ടിലും ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് കയറി വളരും. പെട്ടെന്ന് കയറി ഇപ്പം പന്തലത്തിൽ ഇപ്പം തന്നെ കയറിയിട്ടുണ്ട് പന്തലയിൽ. ഈ ട്രിപ്പ് വഴി നമ്മൾ പോകുന്നതേ നമ്മൾ മീനെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കിണറ്റിൽ മീനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് വരുന്ന വെള്ളമാണ് നമുക്ക് ഈ ട്രിപ്പ് വഴി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടുത്തതിൻ്റെ ഉണ്ടോ എല്ലാത്തിനും ബ്രാഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മൾ ഒറ്റ വള്ളി മാത്രമേ നമ്മൾ പന്തലേ കയറാൻ അനുവദിക്കാറുള്ളൂ. പയറിൻ്റെ അങ്ങനല്ല, സൈഡിൽ നിന്ന് വരുന്നത് നമ്മൾ കെട്ടിക്കൊടുക്കും. ഇത് അങ്ങനല്ല, നമ്മൾ ഒറ്റ വള്ളി മാത്രമേ കയറുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ നിൽക്കും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒറ്റ വള്ളി മാത്രമല്ല കാണത്തുള്ളൂ. നമ്മളിവിടെ കയറി കഴിഞ്ഞ് പടന്ന് കഴിഞ്ഞിട്ട് കാ പിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ചെറിയ കായകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയും. ചൂട് കൂടുമ്പോൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ചാണകത്തിലെയൊക്കെ കലക്കി ഒഴിക്കുന്നതും സ്യൂഡോമോണസ് ഒക്കെ കലക്കി ഒഴിക്കുന്നതും കുറേയൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും.